സെൻസസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024 LGS പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാത്ത ആൾ ആര്? ഇവിടെ തന്നിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാതിരുന്നത്. അപ്പൊ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ചുമതലപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, BL മിത്തർ രാജിവെച്ചതിന് ശേഷം N മാധവറാവു അദ്ദേഹത്തിന് പകരം അംഗമായി. അപ്പൊ BL മിത്തർ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പകരം അംഗമായിട്ട് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്നത് ആരാണ്? N മാധവറാവുവാണ്. അടുത്തതായിട്ട് DP ഖൈത്താൻ അദ്ദേഹത്തിന്റെ മരണശേഷം TT കൃഷ്ണമാചാരിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത്. അപ്പൊ 7 അംഗങ്ങൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പൊ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, BL മിത്തർ അദ്ദേഹം രാജിവെച്ചപ്പോൾ N മാധവറാവു അദ്ദേഹത്തിന് പകരം അംഗമായി. അതുപോലെ DP ഖൈത്താൻ അദ്ദേഹത്തിന്റെ മരണശേഷം TT കൃഷ്ണമാചാരി അംഗമായി. 7 മെമ്പേഴ്സിന്റെ പേരും BL മിത്തറിന് പകരം വന്ന മാധവറാവു, അതുപോലെ TP ഖൈത്താനു പകരം TT കൃഷ്ണമാചാരി എന്നിവരുടെ പേരുകളും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളിൽ 22 കമ്മിറ്റികളിൽ 8 കമ്മിറ്റികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? എന്തിനുള്ള അവകാശം? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 25 ആണ്. ആർട്ടിക്കിൾ 25 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം. ആർട്ടിക്കിൾ 35 എന്താണ്? ആർട്ടിക്കിൾ 35 ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് മൗലിക അവകാശങ്ങൾ ബന്ധപ്പെട്ടവ നടപ്പിലാക്കുന്നതിന് നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. ആർട്ടിക്കിൾ 35 ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് മൗലികാവകാശങ്ങൾ ബന്ധപ്പെട്ടവ നടപ്പിലാക്കുന്നതിന് നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. ആർട്ടിക്കിൾ 35. ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യതയെയും നിയമങ്ങളുടെ തുല്യമായ സംരക്ഷണത്തെയും കുറിച്ചുള്ളതാണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ തുല്യത. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കുവാനുള്ള അവകാശത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 21. അപ്പൊ മതസ്വാതന്ത്ര്യത്തിനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ തുല്യത. ആർട്ടിക്കിൾ 35 നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. അടുത്ത ചോദ്യം, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്.
ബർദോളി സമരം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗുജറാത്തിലെ ബർദോളി ഗ്രാമത്തിൽ നടന്ന ഒരു പ്രശസ്തമായ കർഷക പ്രക്ഷോഭമായിരുന്നു. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1928 1928 നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. അപ്പൊ ബർദോളി സമരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ബർദോളി ഗ്രാമത്തിൽ നടന്ന ഒരു പ്രശസ്തമായ കർഷക പ്രക്ഷോഭമായിരുന്നു. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അപ്പൊ അതുപോലെ തന്നെ കേരളത്തിലെ പയ്യന്നൂരിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങൾ അതിന്റെ തീവ്രതയും നേതൃത്വം കൊണ്ടും ബർദോളിയുമായി സാമ്യമുള്ളതായിരുന്നു. അതുകൊണ്ട് പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിളിക്കുന്നു. അപ്പൊ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ബർദോളി ഗുജറാത്തിലെ സ്ഥലമാണ്. ഗുജറാത്തിലെ ബർദോളിയിലാണ് പ്രശസ്തമായ ബർദോളി സമരം നടന്നത്. അതൊരു കർഷക പ്രക്ഷോഭമായിരുന്നു. ബർദോളി സമരം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1928 ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്ത ചോദ്യം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1936 1936 നവംബർ മാസം 12-ാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12. തിരുവിതാംകൂറിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അവഗണിക്കപ്പെട്ട അയിത്ത ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിക്കുന്ന നിരോധനം ഈ വിളംബരം വഴി മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം 1936, ഡേറ്റ് നവംബർ 12. ഇത് ഓർക്കുക. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഏത് സത്യാഗ്രഹമാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജി. 1931-32 കാലഘട്ടത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ സമരം ശക്തമാക്കാൻ വേണ്ടി മരണം വരെ നിരാഹാരം ആരംഭിച്ചു. പൈത്തത്തിനെതിരായ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന മഹാത്മാഗാന്ധി വിഷയത്തിൽ ഇടപെടുകയും ഗാന്ധിജി കേളപ്പനോട് നിരാഹാരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ഉണ്ടായി. ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ച് 1932 ഒക്ടോബർ 2 കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചു. അപ്പൊ ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടേതാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്ന് പറയുന്നത് 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. അടുത്ത ചോദ്യം, സെബിയുടെ പൂർണ്ണ രൂപം എന്താണ്? സെബിയുടെ പൂർണ്ണ രൂപം എന്താണ്? സെബി എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് സെബിയുടെ പൂർണ്ണ രൂപം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ.
സെബി ഏത് വർഷമാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ 1988 സെബി സ്ഥാപിതമായ വർഷം 1988. സെബി നിയമപരമായ അധികാരം നേടിയത് ഏത് വർഷമാണ്? 1992. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം. അപ്പൊ സെബി എന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1988. സെബി നിയമപരമായ അധികാരം നേടിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1992. സെബിയുടെ ആസ്ഥാനം ഏതാണ്? ആസ്ഥാനം എവിടെയാണ്? മുംബൈ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക, ചൈന എന്നിവർ നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക, ചൈന എന്നിവർ നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 40 സ്വർണ്ണ മെഡലുകളാണ് നേടിയത്. 40 സ്വർണ്ണ മെഡലുകൾ. പാരീസ് ഒളിമ്പിക്സ് 2024 മുദ്രാവാക്യം എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു. ഗെയിംസ് വൈഡ് ഓപ്പൺ. പാരീസ് ഒളിമ്പിക്സ് 2024 മുദ്രാവാക്യം. 2024 ഒളിമ്പിക്സിലെ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 6 മെഡലുകൾ. 2024 ഒളിമ്പിക്സിലെ ആദ്യമായിട്ട് അരങ്ങേറിയ കായിക ഇനം ബ്രേക്ക് ഡാൻസ് ആയിരുന്നു. ബ്രേക്ക് ഡാൻസ്. 2028 ഒളിമ്പിക്സ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. USA ലോസ് ഏഞ്ചൽസ്. 2032 ഒളിമ്പിക്സ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ്. 2032 ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക, ചൈന നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 6. 2024 ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് അരങ്ങേറിയ കായിക ഇനം ഏത് എന്ന് ചോദിച്ചാലും ബ്രേക്ക് ഡാൻസ് ആണ്. 2028 ഒളിമ്പിക്സ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ലോസ് ഏഞ്ചൽസ് ആണ്, USA. 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ്. ബ്രിസ്ബൻ. അടുത്ത ചോദ്യം, അഗ്നി, സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അഗ്നി, സൂര്യ എന്നിവ എന്താണ്? മിസൈലാണ്. അഗ്നി, സൂര്യ എന്നിവ എന്താണ്? മിസൈലാണ്. മിസൈൽ. അടുത്ത ചോദ്യം, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 7ാം സ്ഥാനമാണ്. ശരിയാണ്. ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തര പർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തര പർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന
ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രി. അടുത്ത ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. ഇതിൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്, ഹരിയാനയാണ്. അപ്പൊ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയാണ്. ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പൊ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവ. അപ്പൊ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നവ ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്